ഒറ്റ കാര്യം മനസ്സെല്ലാവരും മതി. നമ്മുടെ ചർച്ച, ഞാൻ ചില സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ തങ്ങൾ ഇരിക്കലുണ്ട്. തങ്ങൾ എന്നോട് പറയും, ഈ സദസ്സിൽ അള്ളാന്റെ റസൂലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിക്കും. അത് എന്നോട് മാത്രമല്ല, ചില പ്രഭാഷകന്മാരോടൊക്കെ തങ്ങൾ അങ്ങനെ ചില രഹസ്യം പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞിട്ട്. എൻ്റെ ഒരു അറിയപ്പെട്ട പ്രഭാഷകൻ, എൻ്റെ സ്നേഹിതൻ എന്നോട് എടുത്ത് പറയുണ്ടായി, അദ്ദേഹം ആലുവായിൽ വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ തങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞു, ആ പ്രസംഗം കൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യേകമായ ഉയർച്ച വരാണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഉയർച്ച വന്നിട്ടുണ്ട്. എൻ്റെ 1-2 സാഹസിൽ തങ്ങൾ നീച്ചു പോകാതെ കണ്ണിലൊക്കെ വെള്ളം നിറച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരെ നാട്ടിൽ പരപ്പനങ്ങാടിയിൽ, അതുപോലെ വേറെ 2-3 സ്ഥലത്തൊക്കെ. അപ്പോൾ എന്നിട്ട് എന്നോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇവിടെ നന്നായിട്ട് സുഗന്ധം അടിച്ചു വീശിയെന്ന് റഹ്മാനി, ഇവിടെ നന്നായിട്ട് സുഗന്ധം അടിച്ചു വീശിയിരുന്നു എന്ന് പറഞ്ഞു. അത് മണക്കാനുള്ള മൂക്ക് അവർക്കുണ്ട്, അതാണ് സംഗതിയൊക്കെ ഉണ്ട്, പക്ഷെ മണക്കാനുള്ള ഒരു മൂക്കാണ് വേണ്ടത്, അത് അവർക്കുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂക്ക് മണക്കാനുള്ളത് തന്നെയാണ് ജലീൽ റഹ്മാനിയെ, അല്ലാതെ മൂക്ക് തിന്നാനോ കേൾക്കാനോ ഉള്ളതല്ല, മൂക്ക് മണക്കാനുള്ളതാണ്. പക്ഷെ ഇല്ലാത്ത മണം മണക്കുക എന്നുള്ള ആ ഒരു